ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കാലഘട്ടത്തിൽ വയോജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം ആരോഗ്യ പരിപാലന രംഗത്ത് നേടിയ ലോകോത്തര നിലവാരം ജനങ്ങളുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും തിരക്കേറിയ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾ വിസ്മരിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജില്ലയിൽ നിരവധി അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ, പെയ്ഡ് സർവീസ് നടത്തുന്ന കേന്ദ്രങ്ങൾ നമുക്കെല്ലാം അറിയാം. അവിടെ നമ്മൾ വളരെ വിശ്വാസമുണ്ടാക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള അഭയകേന്ദ്രങ്ങളിൽ, അനാഥമന്ദിരങ്ങളിൽ വയോജനങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ആ വയോജനങ്ങൾക്ക് ഒരുപക്ഷെ മരുന്ന് കിട്ടും, ഭക്ഷണം കിട്ടും, വസ്ത്രം കിട്ടും, മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടും. പക്ഷേ മനസ്സും പുറത്ത് കിട്ടിയ ഒരു ബന്ധത്തിന്റെ, കുടുംബ ബന്ധങ്ങളിലെ അച്ഛനും മക്കളും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തിന്റെ ഊഷ്മളത കൂട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം അത്തരം അന്തരീക്ഷത്തിലില്ല. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വി. സോമൻ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെ നന്മക്കായി വയോജനങ്ങൾക്കായി ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കെ. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ മുതിർന്ന അംഗങ്ങൾ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ നിത്യേനോളം മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളം എടുത്താൽ. കേരളം മാത്രമല്ല, രാജ്യത്ത് എവിടെ ചെന്നാലും ഈ പ്രശ്നമുണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മുടെ ഒരു കുടുംബ വ്യവസ്ഥിതി ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഒരു കൂട്ടുകുടുംബ സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർ ലൗലി ജോർജ്, നഗരസഭാ കൗൺസിലർമാരായ ES ബിജു, ബീന ഷാജി, ഉഷ സുരേഷ്, സിബി ചിറയിൽ, ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ, അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം N. അരവിന്ദാക്ഷൻ നായർ, യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ റഹീം, ഡോക്ടർ ജോസ് ചന്ദർ, K. സോമൻ, PN. രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. 1999 12 അംഗങ്ങളുമായി ആരംഭിച്ച ഈ സംഘടനയിൽ ഇന്ന് 252 അംഗങ്ങളുണ്ട്. ഏകദേശം 60 ലക്ഷം രൂപ ചെലവഴിച്ച് സ്വന്തമായി സ്ഥലം വാങ്ങിയാണ് അസോസിയേഷൻ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത്. i4U ന്യൂസ്, ഏറ്റുമാനൂർ.